ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, മോഷൻ പ്ലെയിനത്തെ വെക്ടർ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുന്ന ടൂൾ എടുത്ത് കാണിച്ചു തരാം. സോ ഇപ്പോൾ ഈ മൗസ് കീ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ബി വെക്ടർ, ഇത് നമ്മുടെ എ വെക്ടർ. സോ നമ്മൾ പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇത് കണ്ടുപിടിച്ച, അതായത് വെക്ടർ സമ്മ് കണ്ടുപിടിച്ച റിസൾട്ടൻ്റ് ഇങ്ങനെയാവും. അതായത് പാരലലോഗ്രാം നമ്മൾ ഫുള്ളാക്കുക, എന്നിട്ട് ഈ രണ്ട് ടെയിൽ എൻഡിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നതായിരിക്കും ഇതിൻ്റെ വെക്ടർ. സോ നമുക്ക് ആർ മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്ടർ കിട്ടും. ഡയറക്ഷൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കലാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. സോ നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഞാൻ വീഡിയോസിൻ്റെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എഴുതിയതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവുക, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും സൗകര്യം എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഈ ഒ എസിൻ്റെ വലിപ്പമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളുടെ അടുത്തുള്ളത്, ആദ്യം നമ്മൾ ഈ ഭാഗം കൺസിഡർ ചെയ്യേണ്ട, നമ്മുടെ അടുത്തുള്ളത് OQSP എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരലലോഗ്രാമാണ്. സോ നമ്മൾക്ക് ഇതിനെ OSനെ കണ്ടെത്താൻ കുറച്ചും കൂടി കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണ്. അതായത് OSN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. സോ നമുക്ക് അറിയാം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസും സൈഡ്സും തമ്മിലുള്ള റിലേഷൻ, പൈതഗോറസ് റിലേഷനൊക്കെ നമുക്കറിയാം. സോ ഇന്നത്തെ പോയിന്റ് ഇവിടെ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ എടുക്കുന്നുണ്ട്. കറക്റ്റ് ഈ ഭാഗത്താണ് തീറ്റ എടുക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ബേസിക്സ് എന്താ വെച്ചാൽ, പാരലലോഗ്രാമിൻ്റെ ഇപ്പോൾ ഈ OQ എന്ന് പറയുന്നതും PS എന്ന് പറയുന്ന സൈഡും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും, OPയും QS ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഇവിടെ OQ എന്നുള്ളതിൻ്റെ അതായത് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ബി എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും ഈ PS എന്ന് പറഞ്ഞിട്ടുള്ള മാഗ്നിറ്റ്യൂഡ്. സോ അത് നിങ്ങളത് നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സോ നമുക്ക് ഇക്വേഷനിലേക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട OS സ്ക്വയർ, അതായത് ഈ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ON സ്ക്വയർ പ്ലസ് SN സ്ക്വയർ. ON സ്ക്വയർ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ എ വെക്ടറും പിന്നെ ഈ PN എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർട്ട് കൂടി ചേർന്നത്, അതായത് ON ഈസ് ഈക്വൽ ടു OP പ്ലസ് PN. OP എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് A ആണ്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില OP ഈ OP ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. OP മാഗ്നിറ്റ്യൂഡ്, ഇത് റിസൾട്ടൻറ്റിൻ്റെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. സോ നമുക്ക് അങ്ങനെ ഇട്ട് വെച്ചാൽ OP ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഞങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് PN ആണ്. പിന്നെ ഈ SN സ്ക്വയർ, അതായത് ഈ ഭാഗത്തിൻ്റെ ഈ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം ഇനി. സോ നമുക്ക് ഈ ഭാഗം, അതായത് നമുക്ക് ഈ അറിയേണ്ടത് എ വെക്ടറിൻ്റെയും ബി വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ ഈ PN എന്താ, SN SP എന്താ, അതിൻ്റെ നമുക്ക് പോയി അളക്കാനൊന്നും പറ്റില്ല. നമുക്ക് ആകെപ്പാടെ ഈ ഡെറിവേഷൻസിൻ്റെ തന്നെ സ്പെഷ്യാലിറ്റിയാണ്, നമുക്ക് അറിയേണ്ടത് വെച്ചിട്ട് അറിയാത്തൊരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ഈ തീറ്റ, ഈ ആംഗിളിൽ നമ്മൾ ഈ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കളിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ഈ കോൺ NPS ആംഗിൾ തീറ്റയാണ്. സോ അവിടുത്തെ നമ്മൾ കോസ് തീറ്റ കാണുകയാണെങ്കിൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരും. അതായത് PN എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈഡ് ബൈ ഈ PS എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ് വരും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് PS ഈസ് ഈക്വൽ ടു, ഈ സൈഡിൽ എഴുതി കാണിച്ചു തരാം. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് PS ഈസ് ഈക്വൽ ടു, അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ B ആണ്. കാരണം നമ്മൾ പാരലലോഗ്രാമിൽ അങ്ങനെയാണല്ലോ, ഒരു രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. സോ നമുക്ക് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു PN ബൈ B എന്ന് കിട്ടും. അതായത് നമുക്ക് PN ഈസ് ഈക്വൽ ടു B കോസ് തീറ്റ എന്ന് കണ്ടുപിടിക്കാം. അതായത് PNൻ്റെ നീളം നമുക്ക് അറിയില്ലായിരുന്നു, അത് അങ്ങനെ അളന്ന് കണ്ടെത്താനൊന്നും കഴിയില്ലല്ലോ. സോ നമുക്ക് അറിയുന്ന BA എന്ന് പറഞ്ഞിട്ടുള്ള ടേംസിൽ തന്നെ നമ്മളെല്ലാം കണ്ടെത്തണം. അപ്പം Bയുടെ ടേംസിൽ നമുക്ക് PNൻ്റെ നീളം കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ ഇനി SNൻ്റെ നീളം കണ്ടുപിടിക്കണം. SNൻ്റെ നീളം നമ്മളിതേ SN നമുക്കറിയാം, ഇത് ഈ സൈഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കോസ് തീറ്റ ഉപയോഗിച്ച് കഴിഞ്ഞു. ഈ ടാൻ തീറ്റയൊന്നും കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അപ്പോൾ ബിയുടെ ആയിട്ട് ബന്ധം കിട്ടില്ല. സോ നമ്മൾ സൈൻ തീറ്റയാണ് യൂസ് ചെയ്യുന്നത്. സൈൻ തീറ്റ യൂസ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അതായത് ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരും. ഓപ്പോസിറ്റ് സൈഡ് ഈ SN ആണ്. SN ബൈ B, അതായത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ PS എന്ന് പറഞ്ഞു വെച്ചാൽ B ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഉറപ്പിച്ച് വയ്ക്കുക. ഒന്ന് കളർ മാറ്റി കൊടുക്കുക. അപ്പോൾ PS എന്ന് പറഞ്ഞു വെച്ചാൽ B ആണ്. ഇവിടെ B ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉദ്ദേശിച്ചതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. സോ അത് നമ്മൾ ഒന്ന് ഉറപ്പിക്കുക. സോ നമുക്ക് ഇവിടെ SN ബൈ B എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ബിയുടെ ടേംസിൽ SN എഴുതാം. സോ നമുക്ക് ഈ SN എന്ന് പറഞ്ഞിട്ടുള്ള ഈ നീളം കിട്ടും. SN ഈസ് ഈക്വൽ ടു B സൈൻ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും.
ഇനി നമ്മൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് മേലെ കൊണ്ടുപോയിട്ട് ഈ ഇക്വേഷനിൽ, അതായത് ഈ OS² എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഈ സാധനത്തെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി തട്ടുക. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് OS² എന്ന് വെച്ചാൽ നമ്മളുടെ വെക്ടർ മാഗ്നിറ്റ്യൂഡ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള ആറിൻ്റെ സ്ക്വയറാണ്. സോ അപ്പോൾ അത് നമുക്ക് സുഖമായി കണ്ടുപിടിക്കാം. അതായത് ഇവിടെ ON² ആണ്. ON എന്ന് പറഞ്ഞാൽ ഈ OP + PN. OP എന്ന് പറഞ്ഞാൽ ഇവിടെ A ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ A + PN എന്ന് പറഞ്ഞാൽ ഇവിടെ B cos θ ആണ്. ഇപ്പോൾ A + B cos θ സ്ക്വയർ ആണ് വരിക ഇവിടെ. അതായത് ഈ ON² എന്ന് പറഞ്ഞിട്ടുള്ളത് A + B cos θ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. സോ നമുക്ക് ON² കിട്ടി. അതിന് ശേഷം SN നമ്മൾ ഇത് അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. SN = B sin θ. അപ്പോൾ SN² ഇവിടെ ഈ SN² എന്നുള്ള ഭാഗത്ത് ഈ B sin θ സ്ക്വയർ കിട്ടി. അപ്പം നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. A + B ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അത് കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക A² പ്ലസ്, അതായത് A + B തീറ്റയുടെ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A² + B² cos² θ, അതായത് B cos θ ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പോൾ B² cos² θ പ്ലസ് 2 × A × B cos θ വരും. 2AB cos θ വരും. പിന്നെ ഇപ്പുറത്തെ എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ ഇത് B sin θ ഹോൾ സ്ക്വയർ B² sin² θ എന്ന് പറഞ്ഞിട്ട് വരും. സോ നമുക്ക് ഇവിടെ sin² θ ഉണ്ട്, cos² θ ഉണ്ട്. sin² θയും cos² θയും കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ ഒന്നാക്കാൻ നോക്കണം. sin² θ + cos² θ = 1 എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സോ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് കറക്റ്റായി പറയുകയാണെങ്കിൽ B² cos θ പ്ലസ് B² sin² θ. അതായത് നമ്മളിപ്പോൾ ഇവിടെ വിട്ടെഴുതിയിരിക്കുന്നതിനെ ഒന്ന് ജസ്റ്റ് അടുപ്പിച്ച് എഴുതും. സോ നമുക്ക് അറിയാം ഇവിടെ രണ്ട് ടേംസിലും B² ഉണ്ട്. അതിനെ B²നെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ B² × cos² θ + sin² θ വരും. ആ സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടില്ല. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. ഞാൻ എഴുതാത്തത്, ഞാൻ എന്തായാലും വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ട്. പിന്നെ ഞാൻ എഴുതിച്ചാലും അത്യാവശ്യം മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം. സോ അതുകൊണ്ടാണ് എഴുതാത്തത്. അപ്പോൾ sin² θ + cos² θ = 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മളിവിടെ യൂസ് ചെയ്തു. നമുക്ക് B² എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ രണ്ട് ടേംസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് എഴുതിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് വലിയൊരു ഓപ്പറേഷൻ എന്നല്ല, ജസ്റ്റ് ബേസിക്കായിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ഈ സംഭവം ചെയ്തു വെച്ചാൽ നമുക്ക് ഈ cos² θയും പോവും, sin² θയും പോവും, പിന്നെ B² മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മൾക്ക് കിട്ടുക ആറിൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ഞാൻ 6 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതി. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതാം. അത് ഈ ഭാഗത്തുള്ളൊരു, ഇപ്പം ഞാൻ ആരോ മാർക്ക് ഇട്ട ഭാഗത്തുള്ള ഒരു സ്റ്റെപ്പാണ്. R = A² + B² plus 2AB cos θ. ഇത് എഴുതാത്തിരി പാടാണ്. cos θ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. സോ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് R എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. കാരണം നമ്മളിവിടെ OS² എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് ഒരിക്കലും മറക്കരുത്. അപ്പോൾ R² എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടും. സോ നമുക്ക് ഈ R എന്ന് പറഞ്ഞിട്ടുള്ളത് √A² + B² + 2AB cos θ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി നമ്മളെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുവരെയാണ് അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. ഇനി വേണമെങ്കിൽ ഈ ആംഗിൾ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ആൽഫ മഞ്ഞ കളർ എടുക്കാം. അതായത് ഈ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം, ഈ ആംഗിളും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. അതായത് ഈ എ വെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര ഡിഗ്രി വിട്ടിട്ടാണ്, എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഈ ആർ വെക്ടർ റിസൾട്ടൻ്റ് ആയിട്ടുള്ള വെക്ടർ നമുക്ക് ജസ്റ്റ് കണ്ടുപിടിക്കാം. അത് നമ്മൾ ഈസി ആയിട്ട് തന്നെ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ, ആൽഫ = അതായത് നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ടാൻ ആൽഫ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ നമുക്കറിയാം ഈ
എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അത് നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് അറിയാവുന്നത് ആൾക്കാർ എയും ബിയും മാത്രമാണ്. ഇതിന്റെ ടേംസിൽ എഴുതാം. അതിന്റെ ടേംസ് നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എസ് എൻ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ, എസ് എൻ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ, പി എൻ ഈസ് ഈക്വൽ ടു ബി കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിന്റെ ടേംസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാത്തമാറ്റിക്കലി അറേഞ്ച് ചെയ്യുമ്പോൾ ഇനി ഇതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. സോ എന്നാൽ ഞാൻ ഇവിടെ തന്നെ എഴുതി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. സോ നമുക്ക് സുഖമായിട്ട് തന്നെ കിട്ടും. ഇവിടെ ഈ ആൽഫയാണ്, അപ്പൊ നമ്മൾ ടാൻ ആൽഫ ടാൻ ആൽഫ മൂസ് ഒന്ന് കുടുങ്ങി പോയതാണ്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു അത് ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അതായത് എസ് എന്നിന്റെ നമ്മൾ നേരത്തെ തന്നെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചതാണ്. എസ് എന്നിന്റെ മാഗ്നിറ്റ്യൂഡ് ബി സൈൻ തീറ്റ. ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയി. എസ് എന്നിന്റെ മാഗ്നിറ്റ്യൂഡ് ബി സൈൻ തീറ്റ ബൈ, പിന്നെ നമുക്ക് വേണ്ടത് ഈ മാഗ്നിറ്റ്യൂഡ്, അതായത് എ പ്ലസ് പി എന്നിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാണ്. സോ എ പ്ലസ് ബി കോസ് തീറ്റയും വരും. എ പ്ലസ് ബി കോസ് തീറ്റ സോ ടാൻ ആൽഫ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആൽഫ സുഖമായിട്ട് കണ്ടുപിടിക്കുക. അതായത് ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ അടുത്ത കൊല്ലാണ്, അതായത് +1 പഠിക്കുന്നവർ +2 പഠിക്കുക. സോ ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ടാൻ 30 ആണെന്ന് വെച്ചാൽ 1/√3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ അറിയാം. ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞു വെച്ചാൽ 30 ഡിഗ്രിയാണ്. അതായത് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്ന് പറയാം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴല്ല പഠിക്കുക, നമ്മൾ ഇതിൽ +2 എത്തുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. സോ നമ്മൾ ടാൻ ഇൻവേഴ്സ് ഇൻറ്റു ഈ സാധനം, അതായത് ബി സൈൻ തീറ്റ, ഞാൻ ഇനി എഴുതി കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടേച്ചത്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കും. ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പോൾ നമുക്കൊരു 2 വെക്ടറിനെ മാത്രം അറിയിച്ച് അതിൻ്റെ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഡയറക്ഷൻ, അതായത് നമുക്ക് 2 വെക്ടറിനെ അറിയാച്ചാൽ 2 വെക്ടറിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ആ വെക്ടറിന് എത്ര ഡിഗ്രി വിട്ടിട്ടാണ്, അതായത് കറക്റ്റ് പൊസിഷനെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ഡെറിവേഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു.